2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങൾ LDF സ്വന്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ട എന്ന വിലയിരുത്തൽ അന്നുണ്ടായിരുന്നുവെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായും മാറ്റി. 5 നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള UDFന്റെ ലീഡുകൾ ശക്തമായ ഒരു വോട്ട് സ്വിംഗ് സംഭവിച്ചതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ 2026 പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും നിർണായക ജില്ലകളിലൊന്നായി മാറുകയാണ്. അടൂരിൽ 2021 LDF സ്ഥാനാർത്ഥിയായ ചിറ്റയം ഗോപകുമാർ 2019 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. ഇടതടിത്തറ ശക്തമായ മണ്ഡലമായിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2266 വോട്ടിന്റെ ലീഡ് UDF രേഖപ്പെടുത്തിയ മണ്ഡലമാണിത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലുമുള്ള വോട്ടെണ്ണലുകൾ പരിശോധിക്കുമ്പോൾ ഇരു മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയ ലീഡിലേക്ക് കുറയുന്ന ഒരു പ്രവണതയാണ്. 2026 അടൂരിൽ കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ 2000 മുതൽ 5000 വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അടൂരിൽ UDF മുന്നേറ്റം നടത്തുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ആറന്മുളയിൽ 2021 19,003 വോട്ടിന്റെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് വിജയിച്ചിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,687 വോട്ടിന്റെ UDF ലീഡ് ലഭിച്ച ഒരു മണ്ഡലമാണ് ആറന്മുള. മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം അടിമുടി മാറിയെന്ന സൂചനയായിരുന്നു അത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തുകളിൽ UDFന് ലഭിച്ച വലിയ മുന്നേറ്റം ഭരണവിരുദ്ധ വികാരം അടിയുറച്ചതായി വ്യക്തമാക്കുന്നതാണ്. 12,000 വോട്ടിന്റെ ലീഡ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ UDFനുണ്ട്. ഈ സാഹചര്യത്തിൽ UDFന് സുഗമമായി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കും. ഇവിടെ പ്രധാനമായും കേൾക്കുന്ന പേരുകൾ അച്ചു ഉമ്മന്റെയും അബിൻ വർക്കിയുടെയുമാണ്. ഏതായാലും 4000-നും 8,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം UDF പിടിച്ചെടുക്കുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 2026 ആറന്മുള LDFന് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്ന ഒരു മണ്ഡലമായിരിക്കും. കോന്നിയിൽ 2021 9,000-ലധികം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജനീഷ് കുമാർ വിജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2,579 വോട്ടിന്റെ ലീഡ് UDFന് മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇടതടിത്തറ ഇപ്പോഴും പൂർണ്ണമായി തകരാത്ത സാഹചര്യമാണെങ്കിൽ കൂടി UDF ഒരു തിരിച്ചുവരവിന് ഇവിടെ അവസരം തുറന്നു കിടക്കുകയും ചെയ്യുന്നുണ്ട്. 2026 കോന്നി ഒരു ഫോട്ടോ ഫിനിഷിനുള്ള സാധ്യത മണ്ഡലങ്ങളിലൊന്നായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. റാന്നിയിൽ 2021 വെറും 1,285 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു LDFന്റെ പ്രമോദ് നാരായണൻ വിജയിച്ചത്. ജില്ലയിലെ ഏറ്റവും ദുർബലമായ വിജയമായിരുന്നു LDFന്റേത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,597 വോട്ടിന്റെ ലീഡ് UDF രേഖപ്പെടുത്തിയപ്പോൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ മനോഭാവം പൂർണ്ണമായി മാറി എന്ന സൂചനയാണ് തരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ റാന്നിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF നേടിയ മേൽക്കൈ ലോക്സഭാ ഫലത്തിന്റെ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നതാണ്. 2026 റാന്നിയിൽ 3,000 മുതൽ 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവല്ലയിൽ 2021 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ മാത്യു ടി തോമസ് വിജയിച്ചിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11,530 വോട്ടിന്റെ ലീഡ് UDF നേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തിരുവല്ല നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും UDF ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത്. 2026 തിരുവല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമായി മാറുമെന്നതാണ് സൂചന. നിലവിലെ രാഷ്ട്രീയ പ്രവണതകൾ തുടർന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ജില്ലയിൽ 4 മുതൽ 5 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് വിലയിരുത്തൽ.